എരഞ്ഞിപ്പാലം ഫസീല വധക്കേസ് പ്രതി കസ്റ്റഡിയിൽ. ചെന്നൈയിൽ നിന്നാണ് അബ്ദുൾ സനൂഫ് പിടിയിലായത്. നടക്കാവ് പോലീസാണ് പ്രതികളെ പിടികൂടിയത്. ലതീഷ് വിവരങ്ങൾ നൽകാനുണ്ട്. ലതീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന സംശയങ്ങൾക്ക് ഒക്കെ വിരാമമായിരിക്കുന്നു. ഈ പ്രതിയെ എവിടെ നിന്നാണ് പിടികൂടിയത്? ഇയാളിൽ നിന്നുള്ള വിവരങ്ങൾ പോലീസ് എന്താണ് പറയുന്നത്? ചെന്നൈയിലെ ആവടിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്നാണ് അബ്ദുൾ സനൂഫിനെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് സനൂഫ് പിടിയിലായത്. സനൂഫ് കോഴിക്കോട് നിന്നും 26-ാം തീയതിയാണ് 25-ന് രാത്രിയാണ് കടന്നു കളഞ്ഞത്. തിങ്കളാഴ്ച രാത്രി കടന്നു കളഞ്ഞിരുന്നു. എന്നാൽ ഫസീലയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് 26-ന് പിറ്റേ ദിവസമാണ്. 26-ാം തീയതി ഉച്ചയോടുകൂടിയാണ് മൃതദേഹം ഹോട്ടൽ മുറിക്കുള്ളിൽ ലോഡ്ജിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മൃതദേഹത്തിൽ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ കൊലപാതകത്തിന്റെ ഏതെങ്കിലും സംശയമൊന്നും പോലീസിനുണ്ടായിരുന്നില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായി. പ്രതി തിങ്കളാഴ്ച രാത്രി തന്നെ കോഴിക്കോട് നിന്നും ഈ ലോഡ്ജ് മുറിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. രക്ഷപ്പെട്ട അബ്ദുൾ സനൂഫ് ഉപയോഗിച്ചിരുന്ന വാഹനം പാലക്കാട് വെച്ച് പോലീസ് കസ്റ്റഡിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഈ വാഹനത്തിന്റെ നമ്പറും സനൂഫ് കോഴിക്കോട് ലോഡ്ജിൽ കൊടുത്ത മൊബൈൽ നമ്പറുമെല്ലാം തെറ്റായിരുന്നു. പിന്നീട് ഈ വാഹനം ഒരാളുടെ വാഹനത്തിലാണ് സനൂഫ് കടന്നു കളഞ്ഞതെന്ന് പോലീസിന് മനസ്സിലാവുകയും ബാംഗ്ലൂർ, കർണാടക കേന്ദ്രീകരിച്ചായിരുന്നു കാര്യമായ അന്വേഷണം ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. ആ നിലയിലായിരുന്നു പോലീസിന് വിവരങ്ങൾ കിട്ടിയത്. എന്നാൽ ചെന്നൈയിലേക്ക് കടന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നിന്നും പോയ പോലീസ് ചെന്നൈയിലെ ആവടിയിലെ ഹോട്ടൽ മുറിയിൽ നിന്നാണ് അല്പസമയം മുമ്പ് സനൂഫിനെ കസ്റ്റഡി എടുത്തത്. നാളെ രാവിലെയോടുകൂടിയായിരിക്കും പ്രതിയെയും കൊണ്ട് പോലീസ് സംഘം കോഴിക്കോട് എത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ലതീഷ്, ഇയാളുടെ മോട്ടീവ് എന്താണ് എന്നതിൽ പോലീസിനൊരു വ്യക്തത വന്നിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം അവരുടെ കൈവശം എന്തെങ്കിലും പണം ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇനി പോലീസ് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് പ്രതിയിൽ നിന്നുകൂടി കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ നിലയിലുള്ളൊരു അന്വേഷണം തന്നെയായിരിക്കും. എന്തുകൊണ്ട് ഇവരെ കൊലപ്പെടുത്തി, സുഹൃത്തിനെ കൊലപ്പെടുത്തി എന്നടക്കമുള്ള കാര്യങ്ങളിൽ തന്നെയായിരിക്കും സനൂഫിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിനെ എടുക്കേണ്ടി വരിക, തേടേണ്ടി വരിക. ആ നിലയിലുള്ള ചോദ്യം ചെയ്യലും തുടർ നടപടികളും വരും ദിവസങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ശരി, എരഞ്ഞിപ്പാലം ഫസീല വധക്കേസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. AK ലതീഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.